നമുക്ക് നിംഫോമാനിയ, അതായത് അമിതമായ ലൈംഗിക ആസക്തി, അതായത് അമിതമായ ലൈംഗിക ചിന്തകളും ഫാൻറ്റസികളും അമിതമായ അപകടകരമായ ലൈംഗിക പ്രവൃത്തികളിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിംഫോമാനിയ. സാധാരണ ലൈംഗിക ആസക്തി നോർമലാണ്, പക്ഷേ ഇത് ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ പ്രവൃത്തി ചെയ്യാതെ ഇത് മാത്രം ചിന്തിച്ച് അതേ പ്രവർത്തനങ്ങളായിട്ട് അമിത ലൈംഗിക ആസക്തി. മുമ്പ് സ്ത്രീകളെ അമിതമായ ലൈംഗിക ആസക്തിയെ സൂചിപ്പിക്കാനാണ് നിംഫോമാനിയ എന്ന പദം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ അമിതമായ ലൈംഗിക ആസക്തി രണ്ട് ലിംഗത്തിലുള്ളവർക്കും വരാം. ഹൈപ്പർ സെക്ഷാലിറ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുപേർക്കും വരാം. ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുട്ടിക്കാലത്തുണ്ടായ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷലി യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, സെക്ഷലി നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചത്, ഇതുകൂടാണ്ട് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ചില തകരാറുകൾ, ഒപ്പം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെറോട്ടോണിൻ, ഡോപ്പാമിൻ പോലത്തുള്ള ഇംബാലൻസ്, ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ ഹോർമോണുകളുടെ കൂടുതലായിരിക്കുന്ന അവസ്ഥ, നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, ടെൻഷൻ, ഈ മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ബിഹേവിയർ ഉള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഡ്രഗ് മറ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയറോടും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കഴിയുമ്പോൾ ഇതിലുണ്ടാകുന്ന കുറ്റബോധം പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിലേക്ക് നല്ലപോലെ കുറ്റബോധം മിക്കവർക്കും ഉണ്ടാവുന്നുണ്ട്. ഇതും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതിന് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി എടുത്ത് കറക്റ്റായിട്ട് ഇത് മാറ്റാവുന്ന ഒരു അസുഖമാണ്.